ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ ഓരോ തീരുമാനങ്ങൾ എടുക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ നമ്മളതും. ഈ ഒരു ഇയറിൽ ഹെൽത്തൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. വർഷമൊക്കെ അങ്ങ് കടന്നു പോകുമ്പോൾ നമ്മുടെ വയസ്സും കൂടുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു എഗ്ഗ് പുഴുങ്ങാൻ വെക്കുന്നത്. പറ്റുന്നതും എല്ലാ ദിവസവും ഒരു 2 മുട്ട വെച്ച് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടുത്ത് വരെ ഞാൻ കരുതിയിരുന്നത് ഡെയിലി ഒരു മുട്ടയൊക്കെ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് 4ഉം 5ഉം ഒക്കെ കഴിക്കുന്നവരുണ്ട് എന്ന്. അങ്ങനെ പിന്നെ അതവിടെ ബോയിലാവാൻ വെച്ചിട്ട് ഇതാ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ വെജീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓടി വന്നിട്ട് ഇതാ മുരിങ്ങയിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഹെൽത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇലവറിക്കലും. എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്കറികൾ കഴിക്കുന്നതും നല്ലതാണല്ലോ. കുട്ടികൾക്കൊക്കെ ഇവിടെ പൊതുവെ ഇലക്കറികൾ കഴിക്കാൻ കുറച്ച് മടിയാണ്. അവരങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ കുക്കാക്കാറുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ മുട്ടയൊക്കെ അങ്ങ് കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുരിങ്ങയിലൊന്ന് നുള്ളിയെടുക്കൽ കുറച്ചൊരു ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പോൾ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ രാവിലെ കുറച്ച് എണീക്കാൻ ലേറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം സോയ ചങ്ക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. സോയാബീനും ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഞാൻ ഓയിലിട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടായിരുന്നു കേട്ടോ എടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഇപ്പം നല്ല കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കാറുള്ളത്. അങ്ങനെ ചെയ്താലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ട്. അതും എൻ്റെ ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മോൾക്ക് സ്നാക്കിന് കൊടുക്കാനുള്ള ഗ്രേപ്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. വിനാഗിരിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കൽ. പിന്നെ ഇതാ നമ്മൾ സോയ പൊരിക്കുന്ന സമയത്ത് കുറച്ചൊരു വെളുത്തുള്ളി തൊലിയോടുകൂടെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ എണ്ണയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ എഗ്ഗൊക്കെ സെറ്റായി അതിൻ്റെ ഇടയിൽ സോയയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഓയിൽ ഫ്രൈ ആക്കിയതാണ്, നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ. കുറച്ച് ഓയിൽ വെച്ചിട്ട് വലിയൊരു പാനിൽ നിരത്തി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ മോൾക്കുള്ള ലഞ്ച് ബോക്സും കൂടെ സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മോർണിംഗ് റൂട്ടീന്.